ഞങ്ങൾ വിത്തുകാളകൾക്ക് ആരെയും ഭയമില്ല. FCRA വിഷയത്തിൽ ഓരോ ദിവസവും ഓരോ പാതിരിമാർ ഓരോ വേഷം കെട്ടി വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. അവസാനമായി ഇത്തരത്തിൽ ഇന്നലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. പേര് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്. ഇയാൾ പറയുന്നത്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആരെയും പേടിയില്ല. FCRA വിഷയത്തിൽ ഭേദഗതിയിൽ ഞങ്ങൾ ശക്തമായ നിലപാടുമായി സർക്കാരിനെതിരെ മുന്നോട്ട് പോകും. ഇത് ഞങ്ങളെ തകർക്കാനുള്ള, ക്രൈസ്തവരെ തകർക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ്. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ? അതാണ് ഇവിടുത്തെ ഒറ്റക്കെട്ടായി ചോദിക്കുന്നത്. ഭാരതീയർ ഒറ്റക്കെട്ടായി ചോദിക്കുന്നതാണ്. വെറും 2.5% മാത്രമുള്ള ഇവിടുത്തെ ക്രൈസ്തവർ, അതിലെ ഒരു വിഭാഗം മെത്രാന്മാർ ഒന്നിച്ചു വന്നിട്ട് ഈ രാജ്യത്തിലെ നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് FCRA ഭേദഗതിയിൽ ഇത്രമാത്രം പേടി? ഓരോ ദിവസവും ഓരോ വേഷം കെട്ടുകാർ വന്ന് ഇത്തരത്തിൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു, രാജ്യത്തെ വെല്ലുവിളിക്കുന്നു, രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുന്നു. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ജൈനർക്കും ബുദ്ധർക്കും ഇല്ലാത്ത എന്ത് നിയമമാണ് നിങ്ങൾക്ക് പ്രത്യേകമായി വേണ്ടത്? അതോ നിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം ഇന്ത്യക്കകത്ത് വേണോ? എന്താണ് നിങ്ങളുടെ ആവശ്യം? അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകാത്തത്. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടി മാത്രം നിയമം വേണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അത് നടക്കില്ല പിതാവേ, നടക്കില്ല. നിങ്ങൾ എത്രയെല്ലാം ശക്തിപ്പെട്ട്, നിങ്ങൾ എത്രയെല്ലാം ശക്തിയോടെ പറയുന്നുവോ, നിങ്ങൾ എത്രയെല്ലാം ശക്തിയോടെ നിങ്ങളെ കുഞ്ഞാടുകളെ, നിങ്ങൾക്ക് അടിമയായിട്ടുള്ള കുഞ്ഞാടുകളെ കൂട്ടുന്നുവോ, അവരെ കൂട്ടി സർക്കാരിനെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുവോ, അത്രത്തോളം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഇപ്പോൾ PC ജോർജിനെ പേടിയില്ല, PC ജോർജിന്റെ മകൻ ഷോണിനെ പേടിയില്ല. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് പോലും വ്യക്തതയില്ല. എന്തൊക്കെയാണ് ചെയ്യുക? ഒരു വശത്ത് ക്രിസംഗി എന്ന പേര് നിങ്ങൾ BJPക്ക് അനുകൂലമായി പോകുന്നു, ഒരു വശത്ത് നിങ്ങൾ തെറി പറയുന്ന PC ജോർജിനെ എതിർക്കുന്നു. ഒപ്പം PC ജോർജ് അരമനയിലേക്ക് കയറി വരുമ്പോൾ, PC ജോർജിന്റെ മകൻ അരമനയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു, പിന്നെ അയാളെ തള്ളി പറയുന്നു. നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ആശയ വ്യക്തതയുള്ളത്? നിങ്ങൾക്ക് ആദ്യം ഒരു ആശയ വ്യക്തത വരൂ, എന്നിട്ട് FCRA ഭേദഗതി നിയമത്തെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങൾ ഭയക്കുന്നു, നിങ്ങൾ ഇവിടുത്തെ നിയമത്തെ ഭയക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ ഒരു വലിയ അച്ഛൻ അറസ്റ്റിലായി. എന്തിനാണ് അറസ്റ്റിലായത്? പേര് ഫാദർ കൊടിയൻ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഇയാൾ 2ാമത്തെ തവണയാണ് പോക്സ്കോ കേസിൽ അകത്താകുന്നത്. പോക്സ്കോ കേസിൽ പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കൊച്ചച്ഛൻ കൂടി അറസ്റ്റിലായി. പേര് ഫാദർ അഖിൽ. കുറ്റം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു. എന്തിനാണ് നിങ്ങളിങ്ങനെ വിത്തുകാളുകളായി നടക്കുന്നത്? കല്യാണം കഴിച്ച് കുടുംബസ്ഥരായി ജീവിച്ചുകൂടെ? എന്തിനാണ് ഈ പാവപ്പെട്ട വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ വിരട്ടി നിർത്തി കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ പീഡിപ്പിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത്? നിങ്ങളുടെ കൊച്ചുമകനാകാൻ പ്രായമുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നത്? നിങ്ങളുടെ മകളാകാൻ പ്രായമുള്ള കൊച്ചു പെൺകുട്ടിയെ നിങ്ങൾ പിച്ചി ചീന്തുന്നത്? പോയി കല്യാണം കഴിച്ച് കുടുംബസ്ഥനാകൂ. വെറുതെ വിത്തുകാളകളായി ഈ സമൂഹത്തിൽ നിങ്ങളെ അഴിച്ചുവിടാൻ അങ്ങനെ പറ്റില്ല. പഴയതുപോലുള്ള കളികൾ നടക്കില്ല. നിങ്ങളെ ഓരോരുത്തരെയും പൊക്കാൻ തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ തീരുമാനം. അങ്ങനെ FCR വിഷയത്തിലും നിങ്ങളുടെ പഴയ വിത്തുകാള സ്വഭാവത്തിനും ഇനി മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾക്ക് മേൽ കടിഞ്ഞാൺ വീഴുകയാണ്, നിങ്ങൾക്ക് മേൽ പൂട്ടു വീഴുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് അധീനപ്പെട്ടുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് RSSകാർ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും താക്കീത് നൽകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തരം കൊണ്ടാണ്. അങ്ങനെ അങ്ങ് നിങ്ങൾ ഈ FCRA വിഷയത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുൾമുനയിൽ നിർത്താമെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും കരുതുന്നെങ്കിൽ നിങ്ങളുടെ മണ്ടത്തരമാണ്, ഭോഷ്കാണ്. അതുപോലെ തന്നെ പഴയതുപോലെ ഈ അരമനയിൽ വെച്ചുകൊണ്ടും അതേപോലെ തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന നിങ്ങളുടെ പരിപാടി അതും ഏതാണ്ട് അവസാനമായിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് അധീനപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ, ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിം
മുസ്ലിങ്ങളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും ജൈനന്മാരെയും പാഴ്സികളെയും പോലെ നിങ്ങളും 2.5% വരുന്ന ന്യൂനപക്ഷമെന്ന് വിളറി പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളും ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.